ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറച്ച് കൂന്തൽ കിട്ടിയായിരുന്നു, അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തേങ്ങ അരച്ചൊന്ന് കറി വെക്കട്ടെ. ഇതുവരെ ഞാൻ പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചിട്ടില്ല. വറുത്തരച്ച് വെച്ചിട്ടുണ്ട്, അല്ലാതുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെച്ച് തേങ്ങ അരച്ച് വെച്ച് നോക്കാം. പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിയുന്നത് ഞാൻ എല്ലാവരും വീഡിയോ കാണാറുണ്ട്, എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ജോലിയുടെ ഇടയ്ക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടൊക്കെയാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്കെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. തിരിച്ചെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, തേങ്ങ ഞാൻ മിക്സിയിൽ ജാറിലിട്ട് വെച്ചായിരുന്നു. ഇത് കുറച്ച് എരിവുള്ള പൊടിയാട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എരിവ് മുന്നിൽ നിൽക്കണം, എരിവിൻ്റെ ആളാണ്. പഞ്ചസാര, ഉപ്പ്, പുളിയൊന്നും വേണ്ട, എരിവ് മതി. ഇത് കാശ്മീരിയാണ്. നമ്മൾ ആദ്യം ഇട്ടത് സാധാ മുളക് പൊടി, കാശ്മീരി മഞ്ഞൾപ്പൊടി ഇട്ട് സാധാരണ വെക്കുന്ന നമ്മൾ മീൻകറി വെക്കുന്നതൊക്കെ തന്നെ. കൂന്തലായി പോയെന്നേ ഉള്ളൂ, അതിൽ മീനില്ല. കൂന്തലൊരു മീനല്ലേ അല്ലേ? പിന്നെ ഞാൻ മല്ലിപ്പൊടി ചേർക്കും കേട്ടോ കറിയിൽ. എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചേർക്കാറുണ്ട്. ഞാൻ കൊല്ലക്കാരിയാന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഉമ്മ ഒക്കെ എല്ലാ കറിക്കും മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച കാര്യം എന്ന് വെച്ചാൽ ഫ്രീസറിൽ ഇരുന്നിട്ട് തേങ്ങയൊക്കെ നല്ല ഐസായി. ചൂടുവെള്ളം ഒഴിച്ച് അപ്പം വീഡിയോയുടെ കാര്യം പറഞ്ഞേ, ഞാൻ എല്ലാവർക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ചില വീഡിയോ ഒന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം പിന്നെ എനിക്ക് വന്ന് ലൈക്ക് അടിക്കും, കമന്റ് ഒക്കെ നിങ്ങൾ ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ അന്നേരം കയറി നോക്കിയിട്ട് അയ്യോ ഇതെന്റെ ഫ്രണ്ട് ആണല്ലോ, എന്നിട്ടും എനിക്കിത് നിങ്ങൾ ഇടുന്നത് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ കയറി വീണ്ടും അത് കാണും, പിന്നെ അങ്ങോട്ട് നിങ്ങൾക്കൊക്കെ വീണ്ടും ഞാൻ ലൈക്കും കമന്റും തരുന്നത് കേട്ടോ. പിന്നെ ഞാൻ കാണുന്നതിനെല്ലാം ഇടുന്നുണ്ട്, ഞാൻ ആരെയും മാറ്റി നിർത്തുന്നില്ല. എനിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സന്തോഷം. എന്തെങ്കിലും പോരാക്കുറവോ നിങ്ങൾക്ക് ഇഷ്ടമില്ലായ്മയുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ തുറന്ന് പറയണം. എനിക്ക് അങ്ങനെ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ദുബായിലെ കാഴ്ചകൾ കാണാൻ ചിലർക്കൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ ഞാൻ മാക്സിമം ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിനകത്തും ഹോസ്പിറ്റലിൽ ഉള്ള കാര്യങ്ങൾ എനിക്ക് ഇടാൻ പറ്റില്ല, അത് നമ്മളെ ജോലിയിൽ ഉള്ള പ്രശ്നം വരും. അതുകൊണ്ടാണ് നമുക്കതിന് അലോഡില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തതും. പിന്നെ നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണെന്നുള്ളത് ഞാൻ പറയുന്നുമില്ല, അത് എൻ്റെതായ ബുദ്ധിമുട്ടും കാര്യമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ബാക്കിയെല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഇന്നാൾ കുറച്ച് ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസ് റൂമും കാര്യമൊക്കെയാണ് ഇട്ടത്. ഹോസ്പിറ്റലിനകത്തോട്ടാകുമ്പോൾ നമുക്കവിടെ പേഷ്യൻസ് കാര്യങ്ങൾ അതൊക്കെ ആകുമ്പം പലർക്കും ബുദ്ധിമുട്ട് വരും. നമ്മളിവിടെ ഉള്ള ആൾക്കാരായാലും പുറത്തുള്ള എല്ലാവരും ഉള്ളതല്ലേ. പിന്നെ ഓഫീസിൽ പ്രശ്നമല്ല, ഞാൻ ചോദിച്ചിട്ടാണ് അന്ന് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലവും ഓഫീസിനകത്തും ഒക്കെയാണ് ഇട്ടത് കേട്ടോ. അപ്പം ഇതൊന്ന് അരയ്ക്കട്ടെ. അപ്പം ഞാൻ അരച്ച് കേട്ടോ. ഞാൻ കുറച്ച് നേരം വീഡിയോ ഓഫാക്കിയിട്ടില്ല, അരയ്ക്കുന്നത് നല്ലോണം അരച്ചിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് പച്ചത്തേങ്ങ അരച്ച് ഞാൻ വെക്കുന്നത് ആദ്യമായിട്ടാണ്. വേറെ ആരും വെക്കുന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇന്ന് നൈറ്റാണ്, അതുകൊണ്ടാണ്. പിന്നെ ഉലുവപ്പൊടിയാട്ടോ അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമന്റും ചെയ്യണം കേട്ടോ. ചെയ്യുന്നുണ്ട്, എന്നാലും വീണ്ടും പറയുന്നതേ ഉള്ളൂ. ഉപ്പിട്ടില്ല. വലിയ കുപ്പിക്കകത്ത് വേറെ ഉണ്ട്, പിന്നെ എളുപ്പത്തിന് വേണ്ടി ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുക. പുളി ഞാൻ പിഴുപുളിയാട്ടോ ചേർത്ത്. പിഴുപുളി ഞാനങ്ങ് അരച്ച്, അതായത് അതിനെന്താ പറയാ, വാളംപുളി എന്നല്ലേ പറയുന്നത്, വാളംപുളി. അതാണ് ഞാൻ ചേർത്തത്. കുറച്ച് മുളക് പൊടിയുടെ കളർ കുറവ്, അതുകൊണ്ട് കുറച്ച് കാശ്മീരിയും കൂടെ ചേർത്ത്.
അപ്പം പിന്നെ ഗ്യാസിൽ വെച്ച പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. തക്കാളി ഇല്ലാത്തൊരു കറി എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലേ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വേവട്ടെ, വെന്തിട്ട് കാണിച്ചു തരാം. കറി താണ്ട ഈ പരുവമായിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും മീൻകറി വെക്കുന്ന കണക്കുള്ള ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അത്ര ആ ടേസ്റ്റൊന്നും ഇല്ല ഇത്. പക്ഷെ നമ്മൾ അല്ലാതെ വെക്കുമ്പോൾ നല്ലതാണ്. ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വെച്ച കുറ്റമാണോന്ന് അറിയില്ല. ഒന്ന് കടു താളിച്ചിടാൻ. ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. സവാള ഉള്ളായിരുന്നു. സവാളയും ഇതും എടുത്ത്, മുളകും എടുത്ത്, പിന്നെ കടുകും. നമ്മൾ ഉലുവാപ്പൊടി ഇട്ടായിരുന്നല്ലോ, എന്നാലും ഒരു 2-3 ഉലുവയും കൂടെ പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇത് കടുകൊക്കെ താളിച്ചൊഴിച്ച് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും മീനിടുന്ന അത്ര ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അന്നേരം ബൈ ബൈ. ഇഷ്ടപ്പെട്ട ഇങ്ങനെ വെച്ച് നോക്ക്. മല്ലിപ്പൊടി ഇടാതെ വെച്ചാൽ ചിലപ്പോൾ ഇതിന് ടേസ്റ്റ് കാണുമായിരിക്കും. എന്നാൽ ഓക്കെ, ബൈ ബൈ. ബൈ.